ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം 5-ാം സ്കന്ധം 10-ാം അധ്യായം. ജഡഭരതൻ്റെ സർവജ്ഞതയെ കാണിക്കുന്ന ഒരു ഇതിഹാസം. ശ്രീശുകൻ പറഞ്ഞു, ഒരു നാൾ സിന്ധു സൗവീരദേശങ്ങളുടെ അധിപതിയായ രഘൂഗണൻ എന്ന രാജാവ് മഞ്ചലിൽ യാത്ര ചെയ്യുകയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മഞ്ചൽ ചുവന്നവരിൽ പ്രധാനി ഇക്ഷുമതീ തീരത്തിൽ ഈ ദ്വിജശ്രേഷ്ഠനെ ദൈവയോഗത്താൽ കാണാനിടയായി. ശിബികയെ വഹിക്കാൻ തക്കതായ ഒരാളെ കൂടി കിട്ടണം എന്ന് തിടുക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ആ പ്രധാനി നല്ല തടിമിടുക്കും ചെറുപ്പവും ദൃഢഗാത്രതയുമുള്ള ആ മഹാത്മാവിനെ കണ്ടപ്പോൾ ഇവൻ ഒരു കാളയെപ്പോലെയോ കഴുതയെപ്പോലെയോ ഭാരം ചുമക്കാൻ പറ്റിയവൻ തന്നെ എന്ന് കരുതി മുൻപ് നിർബന്ധിച്ച് മഞ്ചലെടുപ്പിച്ച മറ്റു കൂലിക്കാരൊപ്പം അദ്ദേഹത്തെയും ചേർത്തു. അത്തരം വേലയ്ക്ക് കേവലം അനർഹനെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ആ മഹാനുഭാവൻ മഞ്ചൽ ചുമക്കുക തന്നെ ചെയ്തു. ഒരു വിരൽപ്പാട് ദൂരം വരെ ശരിക്കു നോക്കി അതിനുശേഷം മാത്രം നടക്കാൻ പുറപ്പെടുന്ന ആ ദ്വിജവരൻ്റെ നടത്തം നിമിത്തം, അതായത് കാലിനടിയിൽപ്പെട്ട് വല്ല ജീവികളും നശിച്ചു പോയേക്കുമോ എന്ന് ഭയന്ന് മുൻകൂട്ടി തന്നെ സ്ഥലം നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അദ്ദേഹം സഞ്ചരിച്ചിരുന്നുള്ളൂ. തൻ്റെ പല്ലക്കിൻ്റെ പോക്ക് ശരിയാവുന്നില്ലെന്ന് മനസ്സിലാക്കിയ രഘൂഗണൻ മഞ്ചലെടുക്കുന്ന ആൾക്കാരോട്, എടാ കൂലിക്കാരെ, എന്താ പല്ലക്കിൻ്റെ പോക്ക് ഇങ്ങനെ വിഷമമായിരിക്കുന്നത്, നേരെ നടക്കുവിൻ എന്ന് ശാസിച്ചു. സ്വാമിയുടെ ശകാരം കേട്ട് ദണ്ഡശിക്ഷയെ ഭയന്ന വാഹകന്മാർ ഇങ്ങനെ ബോധിപ്പിച്ചു: രാജാവേ, ഞങ്ങൾ മനസ്സിരുത്താത്തത് കൊണ്ടല്ല, മുൻപത്തെ രീതിക്കനുസരിച്ച് തന്നെ ഞങ്ങൾ ശരിക്കും മഞ്ചൽ തണ്ട് വഹിച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതുതായി ജോലിയിൽ ചേർന്ന ഇവൻ നടക്കുന്നേയില്ല. ഇവനൊപ്പം മഞ്ചലെടുത്തു നടക്കാൻ ഞെരുക്കം തന്നെ. അവരുടെ ഈ ദീനവാക്കുകൾ കേട്ട് ഒരുത്തൻ്റെ കുറ്റം അവനുമായി സംസർഗിക്കുന്ന മറ്റുള്ളവർക്കും വന്നുപെടും എന്നത് സർവ്വസാധാരണം തന്നെ എന്ന് വിചാരിച്ച് വൃദ്ധോപാസകനെങ്കിലും സഹജമായ പരാക്രമശീലത്തിന് വശംവദനായി അല്പമൊരു കോപത്തോടും രജോ ഗുണത്താൽ മൂടപ്പെട്ട ബുദ്ധിയോടും കൂടിയ ആ രാജാവ് ചാരം മൂടിയ അഗ്നി എന്ന പോലെ അസ്പഷ്ട ബ്രഹ്മവർച്ചസ്സായ ആ മഹാത്മാവിനോട് ഇങ്ങനെ പറഞ്ഞു: എടോ ചങ്ങാതി, വളരെ ദൂരം ഒറ്റയ്ക്ക് ഈ പല്ലക്കും വഹിച്ച് നടന്നു വല്ലാതെ തളർന്നുപോയി ഇല്ലേ? തടിയാണെങ്കിൽ വളരെയൊന്നുമില്ല, തടിക്ക് ശക്തിയുമില്ല, ജരയും ബാധിച്ചിരിക്കുന്നു അല്ലേ? സോദര, നിന്റെ ഒപ്പമുള്ളവരാണെങ്കിൽ യോജിച്ചു പണിയെടുക്കാൻ കൊള്ളരുതാത്തവരുമായി എന്നിങ്ങനെ വക്രോക്തിയാൽ പരിഹസിച്ചിട്ടും ദ്വിജകുമാരൻ ഒന്നും മിണ്ടാതെ മഞ്ചലുമെടുത്ത് മുൻമട്ടിൽ നടക്കുകയേ ചെയ്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ അവിദ്യാരചിതങ്ങളായ ദ്രവ്യഗുണകർമാശയങ്ങളോടുകൂടിയ തൻ്റെ അന്തിമ ശരീരം തൻ്റെ അവസാനത്തെ ജന്മമാണ് അത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കേവലം മിഥ്യയാണെന്ന് അറിയാമായിരുന്നതിനാൽ അദ്ദേഹത്തിന് ദേഹത്തിൽ ഞാൻ എൻ്റേത് എന്ന ബന്ധമേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബ്രഹ്മഭൂതനായി തീർന്നിരുന്നു. പിന്നെയും തൻ്റെ മഞ്ചലിൻ്റെ വിഷമഗതി കണ്ടപ്പോൾ കോപാവിഷ്ടനായ രഘൂഗണൻ ഇങ്ങനെ പറഞ്ഞു: എന്തടാ, നീ ജീവിക്കെ തന്നെ മരിച്ചിരിക്കുന്നോ? എന്നെ നിസ്സാരനെന്നു കരുതി സ്വാമിയായ എൻ്റെ കൽപ്പനയെ ധിക്കരിക്കുകയാണോ? ജോലിയിൽ മനസ്സിരുത്താത്ത പ്രമത്തനായ നിനക്ക് ദണ്ഡധരൻ ജനങ്ങൾക്കെന്ന പോലെ തക്കതായ ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പോഴേ നീ ശരിയായ പാഠം പഠിക്കുകയുള്ളൂ. ഇങ്ങനെ രാജാവാണെന്ന അഭിമാനത്തോടും രജോ ഗുണത്താലും തമോ ഗുണത്താലും ദ്വിഗുണീഭവിച്ച മതത്തോടും കൂടി ഭഗവത് പ്രിയത്തെ കേവലം മറന്നുകൊണ്ട് വിദ്വാനെന്ന മട്ടിൽ പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ആ രാജാവോട് സർവഭൂത സുഹൃത്തും ബ്രഹ്മഭൂതനും ജ്ഞാനസ്വരൂപനും യോഗേശ്വരചര്യയിൽ, അതായത് ജഡനും മറ്റുമെന്ന പോലെയുള്ള ആചരണത്തിൽ അത്യന്ത പരിചിതനുമായ ബുദ്ധിയോടുകൂടിയവനുമായ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ പരിഹസിച്ചുകൊണ്ടാണോ എന്ന് തോന്നിക്കുമാറ് ഗർവലേശമില്ലാതെ ഇങ്ങനെ പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു: ഭാരം വഹിപ്പോനണയേണ്ട ദേശം പിബത്വമിമ്മാതിരി മൗഢ്യമൊന്നും ഈയുള്ളവന്നില്ലതുകൊണ്ടു വീര, നേരോതി നീ വഞ്ചനയല്ല തെല്ലും. സ്ഥൗല്യം കാർശ്യം ക്ഷുത്രിടിച്ഛാജരാതിക്ലേശം രോഗം പേടി ഗർവാർത്തി നിദ്ര, ദ്വേഷം തോഷം തൊട്ടതദ്ദേഹബുദ്ധിക്കല്ലാതുണ്ടോ? ഞാനതെല്ലാം വെടിഞ്ഞോൻ.
ആദ്യന്തവത്താം വികൃതത്തിനെല്ലാം ജീവൻ മൃതത്വം നിയമേന കാണാം. സ്വസ്വാമിഭാവം സ്ഥിരമാമിടത്തെ നിയോഗവും കർമ്മവുമൊക്കെയുള്ളൂ. വിശേഷഭാവത്തിനു ലോകരീതിയൊഴിച്ചു കാൺമേലവനന്യഹേതു. ആർ സ്വാമി ആർ ഭൃത്യനും എങ്കിലും ഞാൻ ചെയ്തിടുവൻ വേണ്ടത്. ചൊൽകരാജൻ ഭ്രാന്തൻ ജഡൻ മത്തനും എന്ന പോലുള്ള ആത്മസ്ഥനാമെന്നിൽ ഭവാന്റെ ദണ്ഡം ചികിത്സയും വ്യർത്ഥം. അഹോ ജഡങ്കലാണെങ്കിലും പിഷ്ടമരയ്ക്കലല്ലോ. ശ്രീശുകൻ പറഞ്ഞു, ഇങ്ങനെ രാജാവ് പറഞ്ഞതിനെയെല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞിട്ട് ആ ശാന്തസ്വഭാവനും ദേഹാത്മബുദ്ധിക്കു കാരണമായ അവിദ്യ നശിച്ചവനും പ്രാരബ്ധകർമ്മഫലത്തെ അനുഭവിച്ചു തീർക്കുന്നവനുമായ ആ മുനിശ്രേഷ്ഠൻ പല്ലക്ക് മുൻവിധത്തിൽ തന്നെ വഹിച്ച് നടന്നു. ഹേ പാണ്ഡവകുലോത്തമ, ആത്മതത്വത്തെ ഗ്രഹിക്കണമെന്ന ആകാംക്ഷയും വേണ്ടത്ര ശ്രദ്ധയും ഉള്ളതുകൊണ്ട് തന്നെ ആത്മജ്ഞാനത്തിന് അധികാരിയായ ആ സിന്ധു സൗവീരപതി അനേക യോഗഗ്രന്ഥ സമ്മതവും ഹൃദയഗ്രന്ഥി ഭേദനത്തിന് സമർത്ഥവുമായ ആ ദ്വിജവചനത്തെ ശ്രവിച്ചപ്പോൾ താൻ രാജാധിരാജനാണ് എന്നുള്ള ഗർവമെല്ലാം വിട്ട് പല്ലക്കിൽ നിന്ന് ചാടിയിറങ്ങി ആ ദ്വിജശ്രേഷ്ഠൻ്റെ കാലിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ ക്ഷമാപണം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഗൂഢം ചരിക്കും ദ്വിജനാരുവാൻ നീ കാണുന്നു പൂണൂൽ അവധൂതനാർന്നീ. ആർതൻ സുതൻ വന്നതുമെങ്ങു നിന്ന് എൻ ക്ഷേമത്തിനായി വന്നൊരു വിഷ്ണുവോ നീ. അർക്കേന്ദുവായു അഗ്നികുബേര ബാണമിന്ദ്രൻ്റെ വജ്രം യമദണ്ഡവും ഞാൻ ഭയപ്പെടുന്നില്ല. ഹരൻ്റെ ശൂലത്തെയും ദ്വിജേന്ദ്രാവമതിക്ക് തുല്യം. അപാരമാഹാത്മ്യമിഴും നിഗൂഢവർച്ചസ്വി ആരങ്ങ് കഥിക്ക സത്യം. നിൻ യോഗസാരം വചനം ഗ്രഹിക്കാൻ പോലും ഞെരുക്കം പരമിങ്ങു സാധോ. ഗമിപ്പു ഞാൻ വിജ്ഞരിൽ മുഖ്യൻ ഉത്തമാചാര്യനാം വിഷ്ണുകലാവതീർണൻ യോഗീന്ദ്രനോടി ഭവമുക്തിമാർഗമെന്തെന്നു ചോദിച്ചറിയാൻ മഹാത്മൻ. നിഗൂഢനായി ലോകനിരീക്ഷണാർത്ഥം ചരിക്കും അങ്ങെ കപിലർഷിതാനോ. യോഗേശ്വരന്മാരുടെ രീതി കാൺമതെമ്മട്ടൊരന്ധൻ ഗൃഹധാരസക്തൻ. ക്ഷീണം പ്രയത്നിക്കുകിലുണ്ടെനിക്ക് അവണ്ണം ഭവാനും വരുമെന്നു നൂനം. നീർ കൊണ്ടുവന്നെങ്കിൽ ഘടാതിയുണ്ടെന്നൂഹ്യം സമൂലം വ്യവഹാരമേവം. ക്ഷീണം പ്രയത്നിക്കുകിൽ ഉണ്ടെനിക്ക് അവണ്ണം ഭവാനും വരുമെന്നു നൂനം. നീർ കൊണ്ടുവന്നെങ്കിൽ ഘടാതിയുണ്ടെന്നൂഹ്യം സമൂലം വ്യവഹാരമേവം. തീച്ചൂടു പാത്രത്തിനു തട്ടിയാൽ പാൽ തിളച്ചുവേവുന്നിതു തണ്ടുലം തഥാ. ദേഹേന്ദ്രിയാസ്വാദിയോടുള്ള സംഘം കൊണ്ടിഭവം ജീവനുമുണ്ടു നിർണയം. സ്വധർമ്മരൂപം ഹരിപൂജയായി താൻ പാലിക്ക ശാസിക്കുക തൊട്ട പുണ്യം ചെയ്യുന്ന തൽക്കിങ്കരനായ മന്നൻ അരച്ചതേ തന്നെ അരയ്ക്കയാണോ ഹരേ. ഞാൻ മന്നനാണെന്ന മതത്തിനാൽ ഞാൻ നിന്ദിച്ചുപോയി സത്തമനാം ഭവാനെ. ആ നിന്ദയാം പാപമൊഴിഞ്ഞു കിട്ടാൻ കനിഞ്ഞിടേണം ഭൃശമാർത്തബന്ധോ. അഭേദധിയാൽ അഭിമാനശൂന്യൻ ജഗത്സഖാവങ്ങു വികാരമറ്റോൻ. എന്നാലും അസജ്ജന നിന്ദ രുദ്രപ്രഭാവനായോന്നു നാശം. അഭേദധിയാൽ അഭിമാനശൂന്യൻ ജഗത്സഖാവങ്ങു വികാരമറ്റോൻ. എന്നാലും അസജ്ജന നിന്ദ രുദ്രപ്രഭാവനായോന്നു നാശം. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. 10-ാം അധ്യായം കഴിഞ്ഞു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.